കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്ന കുറച്ച് മെഡിസിനെ പറ്റിയിട്ടാണ്. ഈ മെഡിസിൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ ഏതെല്ലാം മെഡിസിൻസാണ് കഴിക്കുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയാം, ഈ ഒരു മെഡിസിനും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല. കാരണം ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥയും അവരുടെ ആ ഒരു എഗ്ഗ് വളരുന്ന കപ്പാസിറ്റിയും അവരുടെ സെർവിക്കൽ മ്യൂക്കസും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് പാടില്ല. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കൊടുക്കുന്ന രണ്ട് ടൈപ്പ് മെഡിസിനാണ് ലെട്രസോൾ മെഡിസിനും ക്ലോമഫിൻ സിട്രേറ്റും. ഈ ലെട്രസോൾ മെഡിസിനും ക്ലോമഫിൻ സിട്രേറ്റും ഡോക്ടേഴ്സ് നമുക്ക് തരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലി എഗ്ഗ് വളരാത്തവർക്ക്, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഓവുലേഷൻ നടക്കുന്നില്ല, ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴും നമുക്ക് ഓവുലേഷൻ ആകുന്നില്ല, നമ്മുടെ എഗ്ഗ് വളരുന്നില്ല എങ്കിൽ അടുത്തൊരു സൈക്കിളിൽ നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തരുന്ന മെഡിസിനാണ് ലെട്രസോളും അതുപോലെ ക്ലോമഫിൻ സിട്രേറ്റും. സാധാരണയായിട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കാനായിട്ട് ആ ഒരു എഗ്ഗ്, ഒരു കൂട്ടം എഗ്ഗ് ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതലാണ്. ഈ ഒരു സമയത്തായിരിക്കും നമുക്ക് ഡോക്ടേഴ്സ് ഈ ക്ലോമഫിൻ സിട്രേറ്റും അതുപോലെ ലെട്രസോളിൻ്റെ മെഡിസിനും കഴിക്കാനായിട്ട് തരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു 5 ദിവസത്തേക്കായിരിക്കും ഈ മെഡിസിൻ നമുക്ക് ഡോക്ടേഴ്സ് റെഫർ ചെയ്യാറ്. ഈ സമയത്ത് നമ്മുടെ എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ലെട്രസോൾ മെഡിസിൻ നമുക്ക് എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനെ സഹായിക്കും. അതിനുശേഷം എഗ്ഗ് കൃത്യമായിട്ട് വളരുന്നുണ്ടെങ്കിൽ ആ വളർന്നു കഴിയുന്ന എഗ്ഗ് പെട്ടെന്നൊന്ന് റപ്ചർ ആകാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് HCGയുടെ ഇഞ്ചക്ഷനും വയ്ക്കും. നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. ഈ HCGയുടെ തന്നെ ഒരു ട്രിഗർ ഷോട്ട് നിങ്ങൾക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു അണ്ടം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അണ്ടം റപ്ചർ ആകുന്നതിന്, എഗ്ഗ് റപ്ചർ ആകുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് വെച്ചിട്ടാണ്. നേരിയൊരു വഴുവഴുപ്പോടുകൂടി ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്ചാർജാണ് നമ്മുടെ ആ ഒരു സ്പേമിന് വേണ്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു ചാർജും കൊടുക്കുന്നത്. ഈ ഒരു ഡിസ്ചാർജ് കൃത്യമായിട്ട് ഇല്ലാത്തവർക്ക് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്നത് തിക്കായിട്ടുള്ള, അതായത് സ്പേമിന് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ളതല്ലാത്ത തിക്കായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ ഇത് പ്രഗ്നൻസി ആകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സെർവിക്കൽ മ്യൂക്കസിനെ കുറച്ചൊന്ന് ക്വാളിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസീവൽ മെഡിസിൻസ് ഡോക്ടേഴ്സ് റെഫർ ചെയ്യാറ് കേട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് HCG ഇഞ്ചക്ഷൻ. HCG ഇഞ്ചക്ഷൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എഗ്ഗ് വളരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വളർന്നിട്ട് അതൊന്ന് റപ്ചർ ആക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോഴൊക്കെ ആ എഗ്ഗിൻ്റെ ഒരു മൂപ്പെത്തി ഒരു 18 മുതൽ 20 mm വരെയൊക്കെ ഒരു മൂപ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അത് പൊട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. പൊട്ടിയതിന് ശേഷം നമ്മളോട് പ്രഗ്നൻസി ട്രൈ ചെയ്തോളാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു പൊട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് റപ്ചർ ആകാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതാണ് ഈ HCG ഇഞ്ചക്ഷൻ. ഇതും പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന മെഡിസിൻസ് അല്ലാതെ ഇതിൻ്റെ വളരെയധികം വെറൈറ്റീസ് ഉള്ള മെഡിസിൻസും ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ലെട്രസോളിന് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ക്ലോമഫിൻ കൊടുക്കും, അതിന് പകരമായിട്ട് വേറെ മെഡിസിൻസ് ഒക്കെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. ഓരോരുത്തരും ഓരോ മെഡിസിനായിട്ടോ കൊടുക്കുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലറായി കാണുന്നത് ഈ മെഡിസിൻസ് ആണ്. അടുത്തതായിട്ട് കൊടുക്കുന്നതാണ് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ. ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റത്തെ ഫേസിൽ നമുക്ക് വേണ്ടുന്നത് ഈസ്ട്രോജനാണ്, സെക്കൻഡ് ഫേസിൽ നമുക്ക് വേണ്ടുന്നത് പ്രൊജസ്ട്രോൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ, ഫെർട്ടിലൈസേഷൻ നടന്നാലും ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലും ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ള രീതിക്ക് ഒരു കട്ടി കൊടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കുന്നതും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ കുറച്ചങ്ങോട്ട് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ ഈ പ്രൊജസ്ട്രോൺ ആണ്. ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് ഇത് ഒരുപാട് പങ്ക് വഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടാകാതിരിക്കാനും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഓവുലേഷൻ കഴിയുന്നതിന് ശേഷം പ്രൊജസ്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വരാതെ കൃത്യമായിട്ടൊരു പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോൺ മെഡിസിൻ സാധാരണയായിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് കേട്ടോ. ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഓറലി കഴിക്കാനോ അല്ലെങ്കിൽ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ഒക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക്, അതായത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് ഓറലി കഴിക്കാൻ തന്നിട്ടായിരിക്കും.
കാരണം നമ്മുടെ ശരീരത്തിലോട്ട് മെല്ലെ ആ ഒരു എഫക്റ്റ് ചെന്നാൽ മതി. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 14ാമത്തെ ദിവസം നമുക്ക് ഓവുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 14ാമത്തെ അല്ലെങ്കിൽ ഒരു 15ാമത്തെ ദിവസം മുതൽ എല്ലാ ദിവസവും രാത്രിയും രാവിലെയും അല്ലെങ്കിൽ ഒരു നേരം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ ഡോക്ടേഴ്സ് നമുക്ക് തരാറുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് നോർമലി അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയാൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു മെഡിസിൻ തരുന്നത് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ പ്രൊജസ്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി എന്തെങ്കിലും കാണുന്നുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ഈ ഒരു മെഡിസിൻ നമുക്ക് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറയും. വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടും. പ്രോബബിളി ഈ മെഡിസിൻ എടുക്കുന്നവർക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. തല കറങ്ങുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നും, വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് തോന്നും. ഇതെല്ലാം ഈ പ്രൊജസ്ട്രോണിൻ്റെ ഹോർമോൺ നമ്മുടെ ശരീരത്തിലൊന്ന് നമ്മുടെ ശരീരമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒരു ഹോർമോൺ അല്ലേ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത്, അതിനൊരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നാലാമതായിട്ട് കൊടുക്കുന്ന മെഡിസിൻ. ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ സസ്റ്റീനായിട്ടും അല്ലെങ്കിൽ മറ്റു പല ബ്രാൻഡുകളായിട്ടും മെഡിസിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അഞ്ചാമതൊരു മെഡിസിൻ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് ഫോളിക് ആസിഡിൻ്റെയും അയോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും മെഡിസിൻസാണ്. പ്രഗ്നൻസിയിൽ സാധാരണ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴേക്കും അവർക്ക് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതായത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്പേമിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഡോക്ടേഴ്സ് കൊടുക്കുന്നതാണ് വിറ്റമിൻ മെഡിസിൻസ്. അയേണിൻ്റെ മെഡിസിനും ഫോളിക് ആസിഡിൻ്റെ മെഡിസിനും കാൽസ്യത്തിൻ്റെ മെഡിസിനുമാണ് ഏറ്റവും കൂടുതൽ കൊടുത്ത് കാണാറ്. പിന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വിറ്റമിൻ ഡിയുടെ മെഡിസിനും ഡോക്ടേഴ്സ് റെഫർ ചെയ്യാറുണ്ട്. ഈ ഓരോ മെഡിസിനും നമ്മുടെ ശരീരത്തിൽ ഈ വിറ്റമിൻ മെഡിസിനൊക്കെ എത്തുമ്പോഴേക്കും ഈ വിറ്റമിൻ മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. അതായത് നമ്മുടെ എഗ്ഗ് വളരുന്നതിനും അതുപോലെ തന്നെ ആ ക്വാളിറ്റിയോടുകൂടി എഗ്ഗ് വളരുന്നതിനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും. പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ, അതായത് പ്രാരംഭഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും തന്നെ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത് ഒരു 2ാമത്തെ മാസമൊക്കെ കഴിയുന്നൊരു സമയത്തായിരിക്കും. അതായത് ഡോക്ടേഴ്സിൻ്റെയൊക്കെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഡേറ്റ് ആണ്. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഡേറ്റ് മുതൽ ഈ ഒരു മാസം എത്തുമ്പോഴേക്കും നമുക്ക് പീരീഡ്സ് മിസ്സാകുന്ന ഒരു സമയം എത്തുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് മന്ത് അവിടെ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഒരു സെക്കൻഡ് മന്ത് അടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് കഴിഞ്ഞു ഫെർട്ടിലിറ്റി മെഡിസിൻസ്, നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കെല്ലാം ഇതിലേതെങ്കിലും ഒരു മെഡിസിൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇത് ചിലപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്, വേറെ ഏതെങ്കിലും ബ്രാൻഡായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മരുന്നുകളും ഹോർമോണുകൾ വെച്ചിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഇതിലൂടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മെഡിസിൻ നമ്മൾ എടുക്കേണ്ടത് ഡോക്ടർ നമ്മളോട് എത്ര സൈക്കിളാണോ ഈ മെഡിസിൻ കഴിക്കാനായിട്ട് പറഞ്ഞത് അത്രയും സൈക്കിൾ മാത്രം നിങ്ങൾ കഴിക്കുക. ഒട്ടുമിക്ക ആളുകളും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയത് ഇത്തരത്തിലുള്ള മെഡിസിൻ എടുത്തിട്ടാണ്, അപ്പോൾ 2ാമത് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ഓവറീസിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവറീസ് ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് അത് കാരണമാകും. അപ്പോൾ ഒരിക്കലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ, അതായത് നിങ്ങൾ 2ാമത് പോയി കണ്ട് ഡോക്ടർ പറയാതെ നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കരുത്. അതുപോലെ തന്നെ എത്ര സൈക്കിൾ കഴിക്കാൻ പറഞ്ഞു അത്ര സൈക്കിൾ മാത്രം കഴിച്ചിട്ട് നിങ്ങൾ ഈ മെഡിസിൻ അങ്ങോട്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഹോർമോണൽ മെഡിസിൻ ആയതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഈ സൈഡ് എഫക്ട്സിനേക്കാളും ഏറ്റവും കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുക, സ്കിപ്പ് ചെയ്യാതെ മെഡിസിൻ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.